ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1.55 കോടി രൂപയുടെ വികസന പ്രവർത്തനം തുടങ്ങുന്നു. ഇതിനായി MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപയും ഹെൽത്ത് ഗ്രാന്റ് വഴി 55 ലക്ഷം രൂപയുമാണ് ലഭിച്ചിരിക്കുന്നത്. നിലവിലുള്ള കെട്ടിടം ഏറെ പഴക്കം ചെന്നതും അസൗകര്യമുള്ളതുമാണ്. അതുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രമായി പ്രവർത്തിച്ച സ്ഥാപനം 7 വർഷം മുൻപാണ് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. പരിശോധനാ വിഭാഗം, നിരീക്ഷണ മുറി, ലാബ്, ഫിസിയോതെറാപ്പി, കുത്തിവയ്പ്, ദന്തൽ വിഭാഗം, മരുന്ന് കൊടുക്കുന്ന സ്ഥലം എന്നിവ പുതിയ കെട്ടിടം വരുന്നതോടെ ഒരു കെട്ടിടത്തിലേക്ക് മാറും. ഇപ്പോൾ വിവിധ കെട്ടിടങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ മീറ്റിംഗ് ഹാളും ഉണ്ടാകും. ഒരു ദിവസം ഏകദേശം 250ഓളം രോഗികൾ ഇവിടെ എത്തുന്നുണ്ട്. രാവിലെ 9 മുതൽ 1 മണി വരെ 2 ഡോക്ടർമാരും ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെ 1 ഡോക്ടറുമാണ് പരിശോധന നടത്തുന്നത്. 2 ഫാർമസിസ്റ്റ്, 2 സ്റ്റാഫ് നഴ്സ്, 1 ലാബ് ടെക്നീഷ്യൻ, 1 ക്ലർക്ക്, 2 ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെ 35ലധികം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിന്റെ കീഴിൽ 6 സബ് സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജന ആരോഗ്യ വിഭാഗത്തിൽ മാത്രം 12 പേരുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ദന്തൽ വിഭാഗമായിട്ടും 1 വർഷത്തിലേറെയായി ഇവിടെ ഡോക്ടറില്ല. നാഷണൽ ഹെൽത്ത് വിഭാഗമാണ് ദന്തൽ വിഭാഗം ഡോക്ടറെ നിശ്ചയിക്കേണ്ടത്. അപേക്ഷകരുടെ വർധനവ് കാരണം ഇവരെ വിവിധ പരീക്ഷകൾ നടത്തിയാണ് എടുക്കുന്നത്. ദന്തൽ വിഭാഗത്തിൽ ഡോക്ടറെ എത്രയും വേഗം നിയമിക്കണമെന്നാവശ്യപ്പെട്ട കതിരൂർ പഞ്ചായത്ത് അധികൃതർ ബന്ധപ്പെട്ടവരോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് 1.5 കോടിയുടെ പ്രവൃത്തി ആരംഭിക്കുന്നതെന്ന് കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ പറഞ്ഞു. 1.5 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അത് ടെൻഡറിലേക്ക് കടക്കുകയാണ്. 55 ലക്ഷം രൂപയുടെ പ്രവർത്തനത്തിൻ്റെയും എസ്റ്റിമേറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയ വികസന പ്രവർത്തനമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള DPR ഉൾപ്പെടെ തയ്യാറാക്കി 3 ഘട്ടങ്ങളിലായി 3 ഫേസിലാണ് ഈ വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സമീപ പ്രദേശങ്ങളിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ. ഇവിടെ നമുക്ക് സ്വന്തമായി ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഡെൻ്റൽ OP പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഡെൻ്റൽ OPയിൽ ഇപ്പോൾ ഡോക്ടറില്ലാത്ത ഒരു നിലയുണ്ട്. അത് DMO ലെവലിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. എന്നാലും പഞ്ചായത്തിൻ്റെ തന്നെ HMC സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അത് പരിഹരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.